ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റുകളിൽ ഒന്നിൽ പോലും ബിജെപിക്ക് വിജയിക്കാൻ സാധിക്കില്ലെന്ന് പറയുകയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. പൂർവാഞ്ചൽ മേഖലയിലെ 27 സീറ്റുകളിൽ പിന്നോക്കക്കാർ, ദളിതുകൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർ ഇന്ത്യ സഖ്യത്തെ ബ്ലോക്കിനെ പിന്തുണയ്ക്കുന്ന രീതി നോക്കുമ്പോൾ മുന്നണി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. മച്ലി ഷഹറിലെ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2019 തിരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടി SP സഖ്യം ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും പൂർവാഞ്ചൽ മേഖലയിലെ ഭൂരിപക്ഷം സീറ്റുകളും നേടാൻ BJPക്ക് സാധിച്ചിരുന്നു. അഖിലേഷ് യാദവ് പ്രചരണത്തിനെത്തിയ മച്ലി ഷഹറിൽ BJP സ്ഥാനാർത്ഥി BP സരോജ് കഴിഞ്ഞ വർഷം കേവലം 100 വോട്ടുകൾക്കായിരുന്നു വിജയിച്ചത്. ഇന്ത്യയിലെ വോട്ടർമാർക്ക് മൻ കി ബാത്ത് കേൾക്കാൻ താൽപര്യമില്ലെന്നും എന്നാൽ ഭരണഘടന പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നും അഖിലേഷ് യാദവ് അവകാശപ്പെട്ടു. ഇപ്പോൾ ആരും മൻ കി ബാത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും ഭരണഘടന കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഭരണഘടനയുടെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ വരും തലമുറയുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമാക്കുന്ന തിരഞ്ഞെടുപ്പാണ്. BJP സർക്കാരിന് കീഴിൽ നമ്മുടെ ജീവൻ അപകടത്തിലാണെന്നും യാദവ് ആരോപിക്കുന്നുണ്ട്. അവർ നമുക്ക് നിർബന്ധിതമായി വാക്സിനേഷൻ നൽകുകയും പിന്നീട് വാക്സിൻ നൽകിയവരിൽ നിന്ന് സംഭാവനകൾ ശേഖരിക്കുകയും ചെയ്തു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നും അവരെ അഭിവൃദ്ധിയാക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി വരുമാനം വർദ്ധിച്ചില്ല, പകരം പണപ്പെരുപ്പമാണ് ഉണ്ടായത്. അവരുടെ നയങ്ങൾ കൃഷിച്ചിലവ് വർദ്ധിപ്പിച്ചുവെന്നും അഖിലേഷ് തുറന്നടിക്കുന്നുണ്ട്. BJPയുടെ 400-ലേറെ സീറ്റ് എന്ന മുദ്രാവാക്യം ഭരണഘടനയെ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഡോക്ടർ ഭീംറാവു അംബേദ്കർ നൽകിയ ഭരണഘടന മാറ്റാൻ ആഗ്രഹിക്കുന്നതിനാലാണ് BJP നേതാക്കൾ ഈ മുദ്രാവാക്യം ഉയർത്തുന്നതെന്നാണ് തോന്നുന്നതെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. അതേസമയം തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മികച്ച വിജയം നേടുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, വടക്കൻ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ സഖ്യം മുന്നേറ്റം നടത്തുമെന്നും സഖ്യത്തിന് കുറഞ്ഞത് 300 സീറ്റുകളെങ്കിലും നേടാനാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. 2019 BJPയുടെ സ്മൃതി ഇറാനി വിജയിച്ച അമേഠി എന്ന കോൺഗ്രസ് ശക്തി കേന്ദ്രം തിരിച്ചുപിടിക്കുന്നതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച വേണുഗോപാൽ, ഞങ്ങൾ മികച്ച ഭൂരിപക്ഷത്തോടെ റായ്ബറേലി സുരക്ഷിതമാക്കും, ഉറപ്പായും അമേഠി തിരിച്ചുപിടിക്കുമെന്നും പറയുന്നുണ്ട്. UPയിലെ 2 സീറ്റുകളും കോൺഗ്രസിന്റെ കയ്യിൽ തിരിച്ചുവരും. പ്രാദേശിക വികാരം വ്യക്തമാക്കുന്നത് അതാണെന്നും നേതാവ് ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. ഉത്തർപ്രദേശിൽ പകുതി സീറ്റുകൾ നേടി BJPയുടെ പ്രാതിനിധ്യം കുറയ്ക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും നേതാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തവണ ഏതായാലും കാറ്റു മാറി വീശുമോ എന്നത് കണ്ടു തന്നെ അറിയണം.